ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിട്ടും ചെറുതോണി ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തുടങ്ങിയില്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഹസന ഉദ്ഘാടനമാണ് നടത്തിയതെന്നും ആരോപണം ശക്തം. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 22-നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നാടിന് സമർപ്പിച്ചത്. ഉദ്ഘാടന മാമാങ്കം പലകുറി നടത്തിയിട്ടും ചെറുതോണി ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഇന്നും നോക്കുകുത്തിയായി അവശേഷിക്കുകയാണ്. 2018 പ്രളയത്തിലാണ് താൽക്കാലികമായി ഉണ്ടായിരുന്ന ചെറുതോണി ബസ് സ്റ്റാൻഡ് ഒലിച്ചു പോയത്. ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷന് സമീപത്ത് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുകയായിരുന്നു. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങളേറെയായി. ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 22-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സും നാടിന് സമർപ്പിച്ചിരുന്നു. ജില്ലാസ്ഥാനത്ത് നിരന്തരമായിട്ട് നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ജില്ലാസ്ഥാനം ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ജില്ലാസ്ഥാനമാണ് നമ്മുടെ ഇടുക്കി എന്നുള്ളത്. വർഷങ്ങളായിട്ട് ഒരു 15ഓളം പ്രാവശ്യം നമ്മുടെ ഉദ്ഘാടനങ്ങൾ നടന്നു നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു പ്രവർത്തനം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ മഴക്കാലമായി. മഴക്കാലം എന്ന് പറഞ്ഞാൽ യാത്രക്കാർ നന്നേ ബുദ്ധിമുട്ടുന്നു. ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ല, ഒരു മൂത്രപ്പുര പോലും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ജില്ലാസ്ഥാന മേഖലയിലെ ഒരു കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ മഴക്കാലമായതോടുകൂടി ആൾക്കാർ നന്നേ വലയുന്നു. എത്രയും പെട്ടെന്ന്, അതായത് ഗതാഗത കുരുക്ക്, ട്രാഫിക് പ്രശ്നങ്ങൾ എല്ലാം രൂക്ഷമാവുകയാണ്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷം പിന്നിട്ടിട്ടും ഒറ്റ ബസ്സുകൾ പോലും ഇവിടെ പ്രവേശിച്ചിട്ടില്ല. ഇന്നും ചെറുതോണിയിലെ പരിമിത സൗകര്യത്തിലാണ് ബസ്സിൽ യാത്രക്കാരെ കയറ്റി ഇറക്കുന്നത്. ഇവിടെ വെയിലും മഴയും ഏറ്റാണ് വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. ബസ് സ്റ്റാൻഡും പൊതു ശൗചാലയവുമില്ലാത്ത ടൗൺ എന്ന പേര് ചെറുതോണിക്ക് പണ്ട് സ്വന്തമായിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാത്തതിന് ന്യായീകരണവുമില്ല. ചാരിവെച്ച ഉദ്ഘാടനം നടത്തിയ ഫലകമാകട്ടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മറിഞ്ഞും കിടപ്പുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഹസന ഉദ്ഘാടനം നടത്തി നാട്ടുകാരെ പറ്റിക്കുകയായിരുന്നുവെന്ന ആരോപണവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.